ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബീട്രൂട്ട് അച്ചാറിൻ്റെ റെസിപ്പി കണ്ടാലോ? അപ്പോൾ വായോ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം ടൈപ്പ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒത്തിരി ചെറുതുമല്ല, ഒരുപാട് വലുതല്ല, ഒരു മീഡിയം ടൈപ്പ് ബീട്രൂട്ടാണ്. അത് ഞാൻ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്, ഒരേ വലിപ്പത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ബീട്രൂട്ടെല്ലാം ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ച് എന്നിട്ട് നമ്മളൊരു കടായി വെക്കുന്നുണ്ട്. അതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് കടുവും ഉലുവയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവയും കടുകൊക്കെ പൊട്ടി കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാണ് അതിട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കാം. എനിക്ക് എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റണേ, ഒരു ബ്രൗൺ നിറമാകുന്ന വഴറ്റണേ. എന്നിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നല്ലപോലെ ഇട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ലപോലെ വഴന്നതിന് ശേഷം അതിൻ്റെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആവശ്യമായി ഞാൻ 2 വലിയ സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ആ പൊടിയുടെ പച്ച മണമൊക്കെ മാറുന്ന വരെ എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. പൊടിയെല്ലാം ചൂടായതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അളവിൽ വിനാഗിരി ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ബീട്രൂട്ട് വേകേണ്ട വിനാഗിരിക്കകത്ത് നമ്മൾ വെള്ളമൊന്നും വേറെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ വിനാഗിരിക്കകത്താണ് ഈ ബീട്രൂട്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കണം അത് വേകാനുള്ള വിനാഗിരി അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഞാൻ ബീട്രൂട്ടെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ ശകലം വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കതൊന്ന് വെന്തെടുക്കണമല്ലോ. ബീട്രൂട്ട് ഇച്ചിരി വേവുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്താണല്ലോ അച്ചാറിടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരിയും കൂടെ വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിക്കാൻ വേണ്ടി മൂടി വെക്കുന്നുണ്ട്. ബീട്രൂട്ട് തോരൻ വെച്ച് മെഴുക്കോട്ടി വെച്ചൊക്കെ കൂട്ടാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് അച്ചാറിട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റിയാണ്. പാത്രം കാലിയാവുന്ന അറിയത്തില്ല. നല്ലൊരു അച്ചാറാണ്. ഇങ്ങനെ അച്ചാറിട്ട് കൂട്ടാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളത് മൂടി ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചില പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മധുരം ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് കുറച്ചേറെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കൊക്കെ മധുരത്തിൻ്റെ അളവിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയായും ഹെൽത്തിയുമായിട്ടുള്ള ബീട്രൂട്ട് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരൊന്ന് സബ് ചെയ്തേക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.